ഈ പവിത്രമായ സങ്കേതത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ദിവ്യമായിരിക്കുന്ന ആത്മീയ ചൈതന്യം തുളമ്പി നിൽക്കുന്ന ഈ മണ്ണിൽ വെച്ച് ഗുരുദേവൻ എഴുതിയ 64 കൃതികളുണ്ട്. ഗുരുദേവൻ്റെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് നോക്കണമെങ്കിൽ, ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ 64 വാതിലുകളിലൂടെ നമുക്ക് ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ കൃതികൾ ആത്മാംശം ചേർന്ന ഗുരുവിൻ്റെ ദാർശനിക ലോകത്തിൻ്റെ വെളിപാടുകളാണ് ഈ 64 കൃതികൾ. വളരെ ലളിതമായിട്ട് ഒരു ശ്ലോകം നമ്മൾ പറയുന്നു. വിനായകാഷ്ടകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം പറഞ്ഞു കഴിയുമ്പോൾ ആ 4 വരി അടങ്ങുന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എളുപ്പം ഗ്രഹിക്കാനുള്ള ഒരു ലളിതമായ ഒരു പഠന സഹായിയായിട്ടാണ് ഈ ദേവാമൃതം എന്ന് പറയുന്ന ഒരു കൃതി ഞാൻ എഴുതിയത്. 2007-2008 കാലഘട്ടങ്ങളിൽ, അതിനു മുമ്പുള്ള ഒരു 5 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾക്ക് ഒരു ലളിതമായ വ്യാഖ്യാനം. കാരണം നമ്മൾ വളരെ സമൃദ്ധമാണ് ശ്രീനാരായണ സാഹിത്യം. ഈ ശ്രീനാരായണ സാഹിത്യത്തിലേക്ക് സംഭാവന ചെയ്തിട്ട് അനവധി പ്രതിഭകളുണ്ട്. വളരെ ഏറെ അറിവും അനുഭവവും തപസ്സിൻ്റെ ശക്തിയും ഒക്കെയുള്ള ഒട്ടേറെ പണ്ഡിതന്മാർ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതി നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ആഴങ്ങളെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വൈദിക ദർശനത്തിൻ്റെ സാരസർവസംഘം എല്ലാം തന്നെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ്റെ 64 കൃതികൾ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. അതിൽ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ സാരാംശങ്ങൾ അതിലിങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ഡിതന്മാരുടെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഒറ്റയ്ക്കായിടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം അത് അത്രമാത്രം നിഗൂഢമായൊരു അറിവിൻ്റെ മേഖലയാണ്. ഈ നിഗൂഢമായ അറിവിൻ്റെ മേഖലയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള അനവധി ഗുരുക്കന്മാർ എഴുതിയിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്ക് പോകാൻ ശ്രമിച്ചത്. രേഖനാശി അശോക് കുമാർ അദ്ദേഹം എടുക്കുന്ന എഫർട്ട് ശ്രീനാരായണീയർക്കും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ മനസ്സിലാകുന്നതിൽ വളരെ നമ്മളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ചെന്നെത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം കൊണ്ട് നമുക്ക് സാധിക്കും. അദ്ദേഹം ശ്രീനാരായണ കൃതികൾ വിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത് മാത്രമല്ല, വ്യാഖ്യാനം ചെയ്യുക മാത്രമല്ല, അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തികൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അത്രമാത്രം ആഴത്തിലേക്ക് ജനങ്ങൾക്ക്, ഞാൻ പറഞ്ഞ ശ്രീനാരായണികർക്കും അതിനപ്പുറം പൊതുസമൂഹത്തിനും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സ്തുതിഗീതങ്ങളെയാണ് ശ്രീ അശോകൻ അൻപുലി ഇവിടെ അതിൻ്റെ പദങ്ങൾ പിരിച്ച് അർത്ഥം വെളിപ്പെടുത്തി വളരെ ലളിതമായി ഒരു പ്രാഥമികമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കൊരു ഗൈഡ് എന്ന നിലയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കേവലം അർത്ഥം പറയുക മാത്രമല്ല, സംക്ഷിപ്തമായൊരു വ്യാഖ്യാനം കൂടി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കൃതി കൂടുതൽ പ്രയോജനകരമായി ഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പുസ്തകത്തിൻ്റെ രചനയിലും അദ്ദേഹം എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഗുരുദേവ കൃതികൾ വളരെ ലളിതമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അൻപുലി അശോകൻ എന്നുള്ളത് വൻപുലി അശോകനാക്കിയാൽ കൊള്ളാൻ തോന്നി. കാരണം അത്ര കാര്യങ്ങൾ അദ്ദേഹം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.